Hello guys, welcome back to Sideline Football. ബാലൻഡിയർ കിട്ടിയില്ല, പക്ഷെ ഫിഫ ദ ബെസ്റ്റ് ചെക്കൻ തൂക്കിയിട്ടുണ്ട്. 2024 ഫിഫ ദ ബെസ്റ്റ് മെൻസ് പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തത് വിനീഷ്യസ് ജൂനിയറിനെയാണ്, റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ വിങ്ങറെ. സോ കുറച്ച് നാളുകൾ മുൻപ് നോക്കുകയാണെങ്കിൽ ബാലൻഡിയർ നഷ്ടപ്പെട്ട വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും നടത്തിയ ഇൻസ്ട്രുമെന്റൽ പെർഫോമൻസസിന്റെ പേരിലാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കുന്നത്. സോ ഇപ്പൊ ഈ കഴിഞ്ഞ ബാലൻഡിയോറിന്റെ ഫൈനൽ റാങ്കിങ്ങും ഫിഫ ദ ബെസ്റ്റിന്റെ ഫൈനൽ റാങ്കിങ്ങും നോക്കിക്കഴിഞ്ഞാൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം രണ്ട് ഫൈനൽ റാങ്കിങ്സിലും ടോപ്പ് 3യിൽ വന്ന സെയിം പ്ലേയേഴ്സ് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ 2 സ്ഥാനങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ബാലൻഡിയോറിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എത്തിയത് റോഡ്രിയാണ്, സെക്കൻഡ് ആണ് വിനീഷ്യസ് ജൂനിയർ ആയത്. ഇനി ഫിഫ ദ ബെസ്റ്റിന്റെ ഫൈനൽ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിനീഷ്യസ് ജൂനിയറും സെക്കൻഡ് റോഡ്രിയുമായി എന്നുള്ളതാണ്. 2 ടേബിളിലും തേർഡ് നിൽക്കുന്നത് ജൂഡ് ബെല്ലിംഗം തന്നെയായിരുന്നു. എനിവേ ഡിസംബർ 17 ദോഹയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടന്നത്. സോ റയൽ മാഡ്രിഡിന്റെ ടീം ഓൾറെഡി ഫുള്ളായിട്ട് ദോഹയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്റർകോണ്ടിനെന്റൽ കപ്പിന്റെ ഫൈനൽ കളിക്കാനായിട്ട് ടീം ഓൾറെഡി എത്തിയിരുന്നു. സോ അവർക്ക് കുറച്ചുകൂടി സന്തോഷം തന്നൊരു വാർത്തയായിരുന്നു. കാരണം ഹെഡ് കോച്ചായ കാർലോ ആൻസലോട്ടിയാണ് ഫിഫ ദ ബെസ്റ്റ് കോച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗിലെ ലാലിഗയുടെ പെർഫോമൻസസ് തന്നെയാണ് അതിന് കാരണം. ബയർ ലെവർകൂസന്റെ സാബി അലോൺസോനെ പിന്തള്ളിയാണ് കാർലോ ആൻസലോട്ടി ഈ ഒരു വിജയം കരസ്ഥമാക്കിയത്, ഈ ഒരു പുരസ്കാരം നേടിയത്. ഇനി ഫിഫ ദ ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എയ്റ്റാന ബോൻമെത്തിയാണ്. ബാഴ്സലോണ പ്ലെയർ ആണ്, സ്പാനിഷ് പ്ലെയർ ആണ്. മികച്ച ഗോളിന് ഫിഫ നൽകുന്ന അവാർഡാണ് പുസ്കാസ് അവാർഡ്. ഇത്തവണ ഈ അവാർഡ് സ്വന്തമാക്കിയത് മാൻ യുണൈറ്റഡ് പ്ലെയർ ആയ അലക്സാൻഡ്രോ ഗർനാച്ചോ ആണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം മറ്റൊരു മാൻ യുണൈറ്റഡ് പ്ലെയർ പുസ്കാസ് അവാർഡ് സ്വന്തമാക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. എനിവേ എവർട്ടനെതിരെ നേടിയ ആ ഒരു ഓവർഹെഡ് ഗോളിനായിരുന്നു ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. എനിവേ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് മറ്റൊരു ബ്രസീലിയൻ പ്ലെയർക്കാണ്, തിയാഗോ മയ എന്ന് പറയുന്ന പ്ലെയർ. അദ്ദേഹം കളിക്കുന്ന ബ്രസീൽ സീരിയയിലെ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ്. സോ അതിന് കാരണമായ ഇൻസിഡന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ മെയ്യിൽ ബ്രസീലിൽ ഒരു വലിയ ഫ്ലഡ് നടന്നിരുന്നു. സോ ആ സമയത്ത് തെരുവുകളിലേക്ക് ഇറങ്ങി റെസ്ക്യൂ മിഷനിൽ പങ്കെടുക്കാനായിട്ട് ഈ പ്ലെയർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിന്നൊരു വൃദ്ധയായ സ്ത്രീയെ കഴുത്തറ്റം വെള്ളം നിൽക്കുന്ന സമയത്ത് തന്റെ സ്വന്തം ചുമലിൽ ഏറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു ഫോട്ടോ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. സോ ഈ ഒരു പ്രവർത്തനങ്ങൾ, ഈ ഒരു ആക്ടിവിറ്റിയുടെ ഒക്കെ ബേസിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ഫെയർ പ്ലേ അവാർഡ് ഇത്തവണ ഫിഫ നൽകിയത്. മികച്ച പുരുഷ ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് എമിലിയാനോ മാർട്ടിനസിനെയാണ്. അഗെയിൻ കഴിഞ്ഞ സീസണിൽ അർജന്റീനയുടെ കൂടെ കോപ്പ അമേരിക്ക ട്രോഫി നിലനിർത്തിയതും അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ കൂടെ പ്രീമിയർ ലീഗിൽ ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്തതുമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നേടിക്കൊടുത്തത്. മറ്റുള്ള നോമിനീസിനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു അവാർഡിന് അർഹൻ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പുതിയ അവാർഡും ഇത്തവണ ഫിഫ ദ ബെസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. മാർത്ത അവാർഡ് എന്നാണ് അവാർഡിന്റെ പേര്. പുസ്കാസ് അവാർഡിന്റെ ഫീമെയിൽ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വുമൻസ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോളിന് കിട്ടുന്ന പുരസ്കാരമാണത്. ബ്രസീലിയൻ ടോപ്പ് പ്ലെയറായ ലെജൻഡറി പ്ലെയറായ മാർത്ത വിയറ ഡിസൽവയുടെ പേരിലാണ് ഈ ഒരു അവാർഡ് നെയിം ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് അവാർഡ്, ഈ ഒരു ഇനാഗുറൽ സെഷൻ അവാർഡ് കിട്ടിയതും അതേ പ്ലെയർക്ക് തന്നെയായിരുന്നു എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. സോ ഇനി കാണുന്നതാണ് ഫിഫയുടെ ബെസ്റ്റ് 11 എന്ന് പറയുന്നത്. ഏറെക്കുറെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിന്നിങ് 11 തന്നെയാണ്. എല്ലാം മികച്ച പ്ലേയേഴ്സാണ്. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലേയേഴ്സ് തന്നെയാണ്. 2023 ഓഗസ്റ്റ് 21 മുതൽ 2024 ഓഗസ്റ്റ് 10 വരെയുള്ള പെർഫോമൻസസിന്റെ ബേസിലാണ് വോട്ടിങ്ങിലൂടെ ഓരോ കാറ്റഗറിയിലേക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു 4 കൂട്ടരുടെ വോട്ടുണ്ട്. ഇതിനകത്ത് ഫാൻസിന്റെ വോട്ടുണ്ട്, നാഷണൽ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുണ്ട്, നാഷണൽ ടീം കോച്ചുമാരുടെ വോട്ടുണ്ട്, അതേപോലെ ജേർണലിസ്റ്റുകളുടെ വോട്ടുണ്ട്. ഈ 4 കൂട്ടരുടെ വോട്ടുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഓരോ കാറ്റഗറിയിലും വിന്നേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഫിഫ ബെസ്റ്റ് 11ന്റെ കാര്യം നോക്കിയാലും ഓരോ പൊസിഷനിലേക്കും സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ നോമിനീസ് ആയിട്ട് വെച്ചിരുന്നു. അതിൽ നിന്നാണ് ബെസ്റ്റ് 11 കണ്ടെത്തുന്നത്. ടോട്ടൽ 77 നോമിനീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വോട്ടിംഗ് വഴി ദ ബെസ്റ്റ് 11 കണ്ടെത്തിയത് ഫിഫയുടെ. എന്താണെങ്കിലും കഴിഞ്ഞൊരു സീസണിൽ വളരെ മികച്ചൊരു പ്രകടനത്തിന് ശേഷം വിനിക്ക് കിട്ടാവുന്ന നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം എന്ന് പറയുന്നത്. ബാലൻഡിയോറിന് പകരമെന്നോ ബാലൻഡിയോറിന് മുകളിലെന്നോ ഞാൻ ഇതിനെ പറയുന്നില്ല, കാരണം അതിപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്തായാലും വളരെ റിമാർക്കബിൾ ആയിട്ടൊരു അച്ചീവ്മെന്റ് തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞൊരു സീസണിൽ നല്ലൊരു ക്ലോഷർ തന്നെ വിനീഷ്യസിന് ഇവിടെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫുട്ബോൾ വേൾഡിലെ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ചെൽസിയിൽ നിന്നാണ്. ചെൽസി പ്ലെയറായ മുക്കായലോ മോഡ്രിക് 2023 ജനുവരിയിൽ ആഴ്സണലിന് പിടികൊടുക്കാതെ ചെൽസിയിൽ 89 മില്യൺ പ്രൈസ് ടാഗിൽ എത്തിയ താരം.
അദ്ദേഹം ഇപ്പോൾ ഡ്രഗ് ടെസ്റ്റിൽ ഫെയിൽ ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എഫ് റെഗുലറായിട്ട് റുട്ടീനായിട്ട് നടത്താറുള്ളതാണ് പ്ലേയേഴ്സിന്റെ ഡ്രഗ് ടെസ്റ്റും യൂറിൻ സാമ്പിൾ ടെസ്റ്റ് എല്ലാം. സോ അതിൽ ഒരെണ്ണത്തിലാണ് ഇദ്ദേഹം ഫെയിൽ ആയിരിക്കുന്നത്. ഒരു ബാൻഡ് സബ്സ്റ്റൻസിന്റെ പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ പ്രൊവിഷണലി തൽക്കാലത്തേക്ക് FA ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാമ്പിൾ A ആണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇനി സാമ്പിൾ Bയുടെ ടെസ്റ്റ് റിസൾട്ടും കൂടി വരാനുണ്ട്. അതിന് ശേഷമായിരിക്കും കൂടുതൽ പ്രൊസീജിയേഴ്സിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം FA കടക്കുക. എനിവേ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമൊന്നും പറയാനില്ല. കാരണം ഈ പ്ലെയർ 2023 ആരംഭത്തിൽ വന്നതിന് ശേഷം ഇതുവരെ അത്ര വലിയൊരു നല്ലൊരു മികച്ച ഫോമിലൊന്നും ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടില്ല. ചെൽസിയിലാണെങ്കിൽ തന്നെ കഴിഞ്ഞ 5 മത്സരമായിട്ട് ഇദ്ദേഹം കളിക്കാൻ പോലും ഇറങ്ങിയിട്ടില്ല. സോ ചെൽസിയിൽ ഒരു പ്രോമിനന്റ് ഫിഗർ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇനി പ്ലെയറിന്റെ ഭാവി നോക്കുകയാണെങ്കിൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം വറീഡ് ആവുന്ന ഒരു സാഹചര്യമാണ്. കാരണം 4 വർഷം വരെ വേണമെങ്കിൽ ബാൻ കിട്ടാം ഇങ്ങനെയുള്ള കേസുകളിൽ. സോ പ്ലെയർ എന്തായാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല, തനിക്കൊന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ് മുഡ്രിക്ക് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ FAയുടെ മറ്റുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും FAയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ന്യൂസും കാര്യങ്ങളും പുറത്തേക്ക് വരിക, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ അറിയാൻ കഴിയുക. സോ എനിവേ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ദ ബെസ്റ്റ് 11 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് and have a nice day.